വലിയ വലിയ അവാർഡുകൾ വാങ്ങിയ, അതായത് വേൾഡിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അവാർഡ് വാങ്ങിയ ചില മലയാളി വികൃതമായി പലരെ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അത് എന്തായാലും കാലം അത് തെളിയിച്ചിട്ടേ ഇവിടുന്ന് പോകുന്നു. അവർക്ക് അറിയത്തില്ലല്ലോ, അവർക്ക് അറിയാത്ത പ്രായമല്ലല്ലോ. അവർക്കുള്ള സ്പേസ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കൊടുക്കുന്നുണ്ട്. എന്നെ കിട്ടുന്ന സമയത്ത് എന്നെ കിട്ടുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് കിട്ടുന്നില്ല എന്നുള്ളൊരു വിഷമം തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരു ചെയർമാൻ എന്ന് പറഞ്ഞ ഒരു പൊട്ടന് ഏതോ ഒരു ലക്കിനങ്ങാണ്ട് ഒരു ഓസ്കാർ കിട്ടിയെന്ന് പറഞ്ഞിട്ട് പൊട്ടക്കണ ലോട്ടറി അടിക്കുന്നത് അവനെ പിടിച്ച് ചെയർമാനായിട്ട്. ജാക്കിർ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി നിൽക്കുന്ന 3 പേരുകളാണ്. ഒന്ന് ഫിറോസ്, റസൂൽ പൂക്കുട്ടി, സജ്ജന. പറയുന്നോണ്ടൊന്നും വിചാരിക്കരുത്, ഇത് അവിഹിതങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ്. സോ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. എനിക്ക് സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ്, അതുകൊണ്ടാണ്. പ്ലീസ്. റസൂൽ പൂക്കുട്ടി ഓസ്കാർ അവാർഡ് വരെ വിൻ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റസൂൽ പൂക്കുട്ടിയെ അറിയാത്തവരായിട്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ആരും തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല. ഓക്കെ, അപ്പോൾ അതൊന്ന്. പിന്നെ ഫിറോസ്, സജന, ഇവർ രണ്ടുപേരും ബിഗ് ബോസ് താരങ്ങളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരും ആൾക്കാരുടെ ഇടയിൽ പരിചിതമാണ്. സജന ഫിറോസിൻ്റെ ഭാര്യയായിരുന്നു. 2-2.5 വർഷം മുമ്പാണ് ഇവർ വേർപിരിയുന്നത്. ഇപ്പോൾ ഒരു പോസ്റ്റ് വന്നിരിക്കുകയാണ്, 4 വർഷമായിട്ട് ഈ റസൂൽ പൂക്കുട്ടിയുമായിട്ട് പ്രണയത്തിലായിരുന്നു സജന എന്നുള്ളതാണ്. സോ അപ്പോൾ നമുക്ക് കണക്ഷൻ അങ്ങോട്ട് ലിങ്ക് ആയിട്ടുണ്ടായിരുന്നില്ലേ. ഇപ്പോൾ ഇവരുമായിട്ട് വേർപിരിയാനുണ്ടായിരുന്ന കാരണവും ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അന്ന് ഫിറോസിൻ്റെ ഒരു പോസ്റ്റിൽ ഈ റസൂൽ പൂക്കുട്ടിയെ പറ്റിയാണ് പറഞ്ഞിരുന്നതെന്ന് ഇപ്പോഴാണ് നമുക്ക് കത്തുന്നത്. അപ്പോൾ ഈ കർമ്മ എന്ന് പറയുന്നൊരു സംഭവമാണല്ലോ, അതിങ്ങനെ കറങ്ങി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ഫിറോസ്, സജ്ജന ദമ്പതികൾക്ക് 2 കുട്ടികളാണുള്ളത്. അതിലൊരു കുട്ടിയുടെ കാര്യം ഞാൻ വഴിയെ പറയാം, അതെങ്ങനെയാണെന്നുള്ളത്. ഇനി 2ാമത്തെ കുട്ടി ഫിറോസ്, സജ്ജന ദമ്പതികളുടെയാണ് 100%. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിറോസ് സജ്ജന ബന്ധത്തിലുണ്ടായിരുന്ന വിള്ളലുകൾ. അപ്പോൾ അതിനെ പറ്റിയിട്ട് അന്ന് ഫിറോസ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു അഭിമുഖം ഉണ്ടായിരുന്നു. അന്ന് നമുക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ആദ്യം നമുക്ക് സജ്ജനയുടെ പഴയൊരു ഇൻ്റർവ്യൂ കാണാം. സജ്ജന ഫിറോസ് തമ്മിലുള്ള ബന്ധം വേർപിരിയുമ്പോൾ സജ്ജന വെറൈറ്റി മീഡിയയ്ക്ക് ഒരു അഭിമുഖം കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കതൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. അപ്പം ഞാൻ ഇക്കാനെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഇക്ക കാണിക്കുന്നത് നമ്മൾ രണ്ടുപേരും കൂടെ എടുത്ത തീരുമാനമാണിത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ ഡൈവോഴ്സിൽ എത്തി നിന്നെങ്കിലും അവർ തമ്മിൽ സംസാരങ്ങളുണ്ടല്ലേ? തീർച്ചയായിട്ടും രാവിലെ തന്നെ എൻ്റെ അടുത്ത് മെസ്സേജ് ഇരുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ സംസാരം കോൺടാക്ട് ഒക്കെ ഉണ്ട്. കുഞ്ഞുങ്ങളുടെ മുന്നിൽ നമ്മൾ തീർച്ചയായിട്ടും നല്ലൊരു ഭാര്യ ഭർത്താവ്, അല്ലെങ്കിൽ നല്ലൊരു ഭാര്യ ഭർത്താവല്ല, നല്ലൊരു ഉമ്മയും പാപ്പായുമാണ് ഞങ്ങൾ. എത്ര മക്കളുണ്ട് സജിന? 2 പേര്. അവരിപ്പോൾ എന്ത് ചെയ്യുന്നു? എൻ്റെ ഉമ്മാൻ്റെ കൂടെയാണ്. ഉമ്മാൻ്റെ കൂടെ. അവർക്ക് വിഷമമില്ല സജിനെ? അവർക്ക് അറിയത്തില്ലല്ലോ, അവർക്ക് അറിയാത്ത പ്രായമല്ലല്ലോ. അവർക്കുള്ള സ്പേസ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അപ്പ എന്ത് ചെയ്ത് ചോദിക്കുമ്പോൾ എന്ത് പറയും? ഷൂട്ടിന് പോയെന്ന്. അവന് കിട്ടുന്നുണ്ട്, അവന് പപ്പായ കിട്ടുന്നുണ്ട്, പിന്നെ എന്നെ കിട്ടുന്ന സമയത്ത് എന്നെ കിട്ടുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് കിട്ടുന്നില്ല എന്നുള്ളൊരു വിഷമം തീർച്ചയായും. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം കാണുമ്പോൾ നമുക്ക് വിചാരിക്കും, എന്താണ് ഇവർക്ക് പറ്റിയത്, ഇവർക്ക് എന്താണ് കുഴപ്പം, 2 പേർക്കും കൂടി ഒരുമിച്ച് ജീവിച്ച പോരെ, കുട്ടികളല്ലേ, അവർ വളർന്നു വരുന്നവരല്ലേ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 2 പേർക്കും കൂടി ജീവിച്ചൂടെ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലാണ് സജ്ജനയുടെ മറുപടിയും കാര്യങ്ങളൊക്കെ നമ്മളാണ് കണ്ടത്. മിക്കവാറും ഈ എന്താ പറയുക, അവിഹിത കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞു തുടങ്ങുന്നൊരു സംഭവമാണ്. അത് ചീഞ്ഞ് പെട്ടെന്ന് നാറാൻ തുടങ്ങും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഇവരുടെ ഒരു കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ട് നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഫിറോസ് പല സൂചനകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തന്നു എന്നല്ലാതെ നമുക്ക് കൃത്യമായിട്ട് അത് ക്യാപ്ചർ ചെയ്യാൻ അന്ന് സാധിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പം സാധിക്കുന്നുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീലക്കുയിലിൻ്റെ ചാനലിൽ വന്നിട്ടുള്ള ഒരു പോസ്റ്റ്, അത് ഇതാണ്: റസൂൽ പൂക്കുട്ടിയും സജനയും 4 വർഷമായിട്ട് പ്രണയത്തിലാണ്, വിവാഹം ഉടനെ ഉണ്ടാകുമെന്ന് സൂചന. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരായാലും ഇപ്പോൾ നീലക്കുയിലിൻ്റെ ചാനലിൽ ഇങ്ങനെ ഒരു പിക്ചർ നമ്മൾ കാണുന്നു, അപ്പോൾ തന്നെ ഇതെങ്ങനെ ശരിയാവും? 4 വർഷം എന്ന് പറഞ്ഞാൽ ഇവർ വേർപിരിഞ്ഞിട്ട് ഇപ്പോൾ ഇത്രയിലായിട്ടുള്ളൂ, അപ്പോൾ എങ്ങനെ 4 വർഷം പ്രണയത്തിലാവും? ആ ഒരു എന്താ പറയുക, കാലയളവ് അങ്ങോട്ട് കിട്ടുന്നില്ല, കണക്ഷൻ സിങ്ക് ആവുന്നില്ല. അപ്പോൾ തന്നെ നമ്മൾ സജ്ജനയുടെ ഇൻസ്റ്റഗ്രാം ID നിന്ന് എടുത്ത് നോക്കും. അപ്പോൾ അതിൽ നിന്ന് കിടക്കുന്നു റസൂൽ പൂക്കുട്ടിയും ഒത്തുള്ള ഒരു കലക്കൻ പിക്ചർ. അപ്പോൾ അത് നമുക്ക് ഉറപ്പിക്കാം.
അപ്പോൾ ഇതായിരുന്നു പ്രശ്നം. അപ്പോഴാണ് നമ്മൾ ഫിറോസിൻ്റെ പഴയ വീഡിയോകൾ നമ്മൾ ചെകയുന്നത്. അപ്പോൾ അങ്ങനെ ചെകഞ്ഞപ്പോൾ കണ്ടെത്തിയ 2 വീഡിയോസ് ഞാൻ ആദ്യം അതൊന്ന് പ്ലേ ചെയ്യാം. ഫെബ്രുവരിയിൽ നമ്മളെ ഫിറോസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. ഇപ്പോൾ എപ്സ്റ്റീൻ ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറേ ആൾക്കാരുടെ ഈ അവിഹിതങ്ങളും മറ്റേതും മറിച്ചൊക്കെ പുറത്തോട്ട് വരുന്ന ഒരു സംഭവമാണ്, ആ ഫയലാണത്. അപ്പോൾ അത് മുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ യുദ്ധങ്ങളും ഒക്കെ നടക്കുന്നതെന്നാണ് ഒരു മൊത്തത്തിലൊരു പരക്കെയുള്ള ഒരു കരക്കമ്പി. അപ്പം നമുക്കിതൊന്ന് കണ്ടാം. എപ്സ്റ്റീൻ ഫയൽ, അതിൻ്റെ ഞെട്ടലിലാണ് പലരും. ആരാധിച്ചിരുന്ന പല ബിംബങ്ങളും ഉടഞ്ഞ് തരിപ്പണമായിരിക്കും. പക്ഷെ എനിക്ക് വലിയ ഞെട്ടലോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. കാരണം ഇവിടെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇതുപോലൊരു ഫയൽ ഒരിക്കൽ തുറക്കപ്പെടും. നിങ്ങൾ ആരാധിക്കുന്ന പലരും അന്ന് ഉടഞ്ഞ് തരിപ്പണമാവും. അതിൽ ചില വലിയ വലിയ അവാർഡുകൾ വാങ്ങിയ, അതായത് വേൾഡിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അവാർഡ് വാങ്ങിയ കത്തിയില് വേൾഡിൽ തന്നെ വേൾഡ് എന്നാണ് പറയുന്നത്. അപ്പം വേൾഡിൽ വലിയ അവാർഡ് വാങ്ങിയ ഒരു മലയാളി എന്ന് പറഞ്ഞാൽ അത് റസൂൽ പൂക്കുട്ടിയാണ്. അവരൊക്കെ ഇതിലും ഈ ഫയൽ നമ്മൾ കണ്ടതിലും വികൃതമായി പലരെ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അത് എന്തായാലും കാലം അത് തെളിയിച്ചിട്ടേ വേണ്ടു. അന്ന് ഈ ഇപ്പം കണ്ട ഈ ഞെട്ടലിനേക്കാളും അതീവ ഞെട്ടലായിരിക്കും നിങ്ങൾക്കുണ്ടാവുന്നത്. നിങ്ങൾ ഇന്ന് ആരാധിക്കുന്ന പല ബിംബങ്ങളും ഡെഫിനറ്റ്ലി അഞ്ഞു തരിപ്പണമാവും. ഇപ്പോൾ എൻ്റെ ഈ വാക്ക് നിങ്ങൾക്ക് ഒരു പക്ഷേ വെറും കളിയായിട്ടായിരിക്കും തോന്നുന്നത്. തീർച്ചയായും, കാരണം നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നിങ്ങളിങ്ങനെ ആരാധിച്ച് വലിയ സ്ഥാനത്ത് വെച്ചിരിക്കുന്ന പല ബിംബങ്ങളും വൈറ്റ് ആൻഡ് സീ. ഇതാണ് സംഭവം. അപ്പോൾ എന്തായാലും ബിംബങ്ങൾ ഉടഞ്ഞു വീഴുന്നുള്ള ഒരു ക്ലൂ ആണ് കൊടുത്തത്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ആണ് അരിച്ചു പറയുക, ആരെങ്കിലും അതിനകത്തൊരു ക്ലൂ ഇട്ടിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ തിരഞ്ഞപ്പോൾ ഒരു ക്ലൂ കിട്ടിയായിരുന്നു. നോക്കാം നമുക്ക്. അപ്പോൾ അങ്ങനെ തിരഞ്ഞപ്പോൾ കമൻറ്റ് ബോക്സിൽ കിട്ടിയിട്ടുള്ള ഒരു പേരാണ് നമ്മളെ സീക്രട്ട് ഏജൻറ്റിൻ്റെ. ഐ നെയിം ഇറ്റ് ആസ് കുട്ടി ഫയൽസ്. അപ്പോൾ കുട്ടി എന്ന് പറയുമ്പോൾ ആരാണ്? റസൂൽ പൂക്കുട്ടിയാണ്. ഓക്കെ, അപ്പോൾ ആൾക്കൊക്കെ അത് അറിയാമായിരുന്നു എന്നുള്ളതാണ്. പിന്നെയും നമ്മുടെ ഫിറോസ്ക ഒരു കിഡിലനൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അധികം അങ്ങോട്ട് ഫ്രീഡം കൊടുക്കാൻ പറ്റിയില്ല. അതായത് ഒരാൾ ഒരു ബട്ടർഫ്ലൈ ആണ്, അപ്പോൾ പറന്ന് നടന്ന് തേൻ കുടിക്കുന്ന ഒരു ബട്ടർഫ്ലൈ ആണ്. സോ അപ്പോൾ അവർ പറക്കട്ടെ. പിന്നെ സജിനയെ സംബന്ധിച്ച് പറഞ്ഞാൽ അവള് കുറച്ചുകൂടി ഒരു എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ആളൊരു കുട്ടിത്തുള്ള കുട്ടിയില്ല, കുറച്ചൊരു ബട്ടർഫ്ലൈയെ പോലെ അവൾക്ക് ഇങ്ങനെ പറന്ന് നടക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ ആ സ്പേസ് ഒരു പക്ഷെ എന്റെ കുറവായിരിക്കും. എനിക്ക് പരിമിതി ഉണ്ടാകും, ആ സ്പേസ് എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അവൾക്ക് പറന്ന് നടക്കാനുള്ള, അവർക്ക് ഒരു പക്ഷേ എല്ലാ നല്ല പൂക്കളോ ഈ ലോകം മൊത്തം പറക്കണമെന്നുള്ള ആഗ്രഹം, അതൊരു തെറ്റല്ല. ഒരു ബട്ടർഫ്ലൈനെ നമ്മൾ പിടിച്ചു കെട്ടി ഇവിടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളത് ഫിറോസ്ക മുമ്പേ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഭാഗ്യം കൂടി കാണാം. പക്ഷെ എനിക്ക് ആ സ്പേസ് കൊടുക്കാൻ ഒരു പക്ഷേ എനിക്ക് കഴിയില്ലായിരിക്കും. മനസ്സിലായി. ഞാൻ ചിലപ്പോൾ വിചാരിക്കണം ഇവിടെ ഈ ബോർഡർ കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ കുറെ ഡേഞ്ചറാണ്, അവിടെ പരുന്തൊന്ന് കുത്തിക്കൊണ്ടു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കുകയാണ്. അത് ഒരു പക്ഷേ എന്റെ കുറവായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് ആ പറത്തി വിടാൻ അങ്ങനെ പറ്റില്ലായിരിക്കും ഒരു പരിധിക്കുള്ളത്. കാരണം ഒരു പരിധിവരെ ഞാൻ അതിനുള്ള ഫ്രീഡവും കാര്യങ്ങളും ഒക്കെ കൊടുത്തു. അപ്പോൾ അങ്ങനെ പറക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാകുമ്പോഴത്തേക്ക് അയാളെ ചിറക് വെട്ടിയിടുന്നത് ഞാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ അത് ഡീകോഡ് ചെയ്യാനുള്ള ഒരു ഭാഷ കൈവശമൊന്നും നമുക്ക് അന്ന് കിട്ടിയില്ല, ഈ ഡീകോഡിംഗ് ഒന്നും. അപ്പം ഡീകോഡ് ചെയ്ത് വിഷമിക്കേണ്ടി വന്നില്ല. കാലം സംഭവം തെളിയിച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ബാക്കി കൂടി കാണാം. അദ്ദേഹത്തിന് ആ സ്പേസ് എടുക്കാനുള്ള സ്പേസ് കൊടുക്കേ നമുക്ക് വൃത്തിയുള്ളൂ. മനസ്സിലായി. അപ്പൊ സ്നേഹത്തോടെ തന്നെ. എന്നാലും നമ്മൾ ആ പറന്നു പോകുമ്പോൾ അവിടെ നമുക്ക് പിന്നെ ആ കൂടെ പറക്കാൻ പറ്റില്ല. ആ കൂടെ പറക്കാൻ പറ്റാതെ നമുക്കത് നോക്കിയിരിക്കാനേ പറ്റത്തുള്ളൂ. അതായത് ഇപ്പൊ ഒരു ബോർഡർ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ബോർഡർ കടന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയൊരു പരുന്തുണ്ടാവും. അപ്പോൾ ആ പരുന്ത് വന്നിട്ട് റാഞ്ചി കൊണ്ടുപോകും. അപ്പോൾ ആ പരുന്താണ് നമ്മുടെ റസൂൽ പൂക്കുട്ടി. വന്ന് റാഞ്ചി എടുത്ത് പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഈ പറഞ്ഞതുപോലെ നമ്മൾ എല്ലായിടത്തും വിജയിക്കുന്നതിനേക്കാൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, എല്ലായിടത്തും നമ്മൾ വിജയിക്കുന്നതിലും നല്ലത് ചിലയിടത്തൊക്കെ നമ്മൾ തോറ്റു കൊടുക്കലാണ്. എന്തോരം കൂട്ടിലിട്ട് ഒരു കിളീനെ വളർത്തിയാലും അതിന് പുറത്തു പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് വേറൊരു തലത്തിലോട്ട് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ കിളി എങ്ങനെ പോയാലും പുറത്തോട്ട് തന്നെ പോകും. അതിപ്പോൾ നമ്മൾ എന്തോരം അതിനെ കെയർ ചെയ്താലും അതിനെന്തോരം ശ്രദ്ധിച്ചാലും
അത് ചാടിപ്പോവാൻ സാധ്യതയുണ്ടെങ്കിൽ ചാടിപ്പോവുക തന്നെ ചെയ്യും. അത് പോവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പറഞ്ഞേക്കാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ സമ്മതത്തോട് കൂടിയിട്ട് പോവുകയാണ് ഏറ്റവും ബെറ്റർ, അല്ലെങ്കിൽ ചാടി പോവും. തോറ്റു കൊടുക്കുക എന്ന് പറഞ്ഞാൽ മീൻസ് അവിടെ തോറ്റു കൊടുക്കേ നിവർത്തിയുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്നേഹം എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് പിടിച്ചു വാങ്ങാൻ സാധിക്കില്ല. നമുക്കത് ഓവറായിട്ട് ഇപ്പം ഇന്നത്തെ വേൾഡിൽ നമുക്കത് ഓവറായിട്ട് അടിച്ചമർത്തി സ്നേഹം പിടിച്ചു വാങ്ങാനും സാധിക്കില്ല. അവർക്ക് നമ്മളോടുള്ള ഇഷ്ടം പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറൊരാളോട് ആ ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അത് 100% സത്യമാണെങ്കിൽ പിന്നെ അതിൽ നമ്മൾ എന്തോരം കരഞ്ഞു പറഞ്ഞിട്ടോ നമ്മൾ എത്ര തന്നെ നമ്മുടെ ഹൃദയം എടുത്ത് പുറത്തേക്കിട്ട് കാണിച്ചാലും അവരത് കേൾക്കണം എന്നില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ഫിറോസ്ക അന്ന് എടുത്തിട്ടുള്ള തീരുമാനം വളരെ ശരി തന്നെയായിരുന്നു. ആ തോറ്റു കൊടുക്കൽ ഒരു വിജയത്തിന്റെ പോലെ തന്നെ ഒരു സുഖമുണ്ട്, മനസ്സിലായി? അപ്പൊ എന്ന് പറഞ്ഞ് ഞാൻ തോറ്റവൻ എന്നല്ല അർത്ഥം ഞാൻ പറഞ്ഞത്. ഇക്കനെ ഇപ്പൊ പറഞ്ഞു, അതായത് മാരേജിന് ശേഷം, അത് സജന ചേച്ചിയും പറഞ്ഞിട്ടുണ്ട്, മാരേജിന് ശേഷമാണ് ഞാൻ കുറെ കൂടെ സജീവമായത്. ഇക്കേന്റെ ഫീൽഡിലൂടെ ഞാനും ഇറങ്ങി, ഞാനും അങ്ങനെ തന്നെ വന്നു. അപ്പൊ സജീവമായിരുന്നല്ല, ഇറങ്ങിയത് തന്നെ അപ്പോഴാണ്. അപ്പം ഇക്കൊപ്പം തന്നെ വളർന്നു വന്ന ഒരാൾ. അപ്പൊ ഇക്ക അത്രയും സ്പേസ് കൊടുത്തതാണ്. കൃത്യമാണ്. അതായത് ആള് നല്ല ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൂടി ഇക്ക കുറച്ച് മുമ്പ് പറഞ്ഞു ആളൊരു ബട്ടർഫ്ലൈ ആണ്, പറക്കാൻ നോക്കുന്നത്. അപ്പം എങ്ങനെയാണ് അതിന്റെ ഒരു, അതാണ് ഞാൻ പറയുന്നത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കൊടുത്ത സ്പേസ് ഇല്ലേ, ആ സ്പേസ് ആയിരിക്കില്ലല്ലോ. ഇപ്പം ഓരോരുത്തർക്കും ഓരോ വിഷൻ അല്ലേ. ഇപ്പം സ്നേഹയുടെ ആഗ്രഹം എന്ന് പറയുമ്പോൾ എന്റെ അതേ കലയിൽ ഇങ്ങനെ ആണോ എന്ന് ആയിരിക്കത്തില്ലല്ലോ, വേറെ എന്തെങ്കിലും ആഗ്രഹമായിരിക്കും. സി, നമ്മുടെ സ്പേസിലുപരി ഒരു, അതായത് ആഗ്രഹങ്ങൾക്ക് എന്ന് പറയുന്നത് ഈ കയ്യും കാലും ഇല്ലെന്ന് പറയും, മനസ്സിലായി? അത് വേറെ ഒരു ലോകമാണ്, മനസ്സിലായി? അപ്പോ ഇതല്ല ഈ ഒരു ബിഗ് ബോസോ ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു പരിപാടികൾ മാത്രമായിരിക്കില്ല. അവരുടെ കളർഫുൾ ലോകം എന്ന് പറയുന്നത് കുറച്ചുകൂടി വിശാലമായി പറക്കുക എന്നുള്ളതായിരിക്കും, മനസ്സിലായി? അപ്പൊ അത് ഇതിക്ക് മേലെയുള്ള തലങ്ങളിലേക്ക് ഉള്ള സംഭവമാണ്. അത് നമുക്ക് ഇപ്പൊ ഞാൻ കൊടുത്തത് പൂർണ്ണമായിട്ടൊന്ന് വലിയ സ്പേസ് ഒന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, മനസ്സിലായി? എന്നെ സംബന്ധിച്ച് എനിക്കത് വലിയ സ്പേസ് ഒന്നാണ്. അദ്ദേഹത്തിന് അങ്ങനെ ആയിരിക്കണമെന്നില്ല. അദ്ദേഹത്തിന് പക്ഷെ അത് ചെറിയ സ്പേസ് ആയിരിക്കും ആ കൊടുത്തതൊക്കെ. നമ്മൾ വേറെ ആയിട്ട് കമ്പയർ ചെയ്യണ്ട. അപ്പൊ ചോദിക്കുക ഇവിടുത്തെ മലയാളികൾക്ക് ഇത്രയും പോലും സ്പേസ് കിട്ടാതില്ല, അതൊക്കെ നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. അത് ഓരോരുത്തരുടെ ഇതല്ലേ, ഓരോ വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ് എനിക്ക് എത്ര സ്പേസ് എടുക്കണം എന്നുള്ളത്. ഒരുപാട് ഫ്രീഡം കൊടുക്കുമ്പോഴും നമ്മളൊരു അതിർവരമ്പിടുക. ആ അതിർവരമ്പ് ലംഘിച്ച് അവർ വേറൊരു കൂട്ടിലോട്ട് പോകാൻ അവർക്ക് വെമ്പൽ കൊള്ളുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു നോക്കുക, നമ്മൾ നമ്മുടെ സ്നേഹം അവിടെ കാണിക്കുക, നമ്മൾ കെയർ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ടും അവർക്ക് ആ ഒരു കൂടെ തന്നെയാണ് അവർക്ക് വേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു പരിന്ത് തന്നെയാണ് അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ തടഞ്ഞു വെക്കുന്നതിൽ ഒരർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളും സ്ട്രഗിൾ അടിച്ച് നമ്മളും ഡിപ്രഷനിലോട്ട് പോയി, നമ്മളും എന്താ പറയുക ഒരു ഭ്രാന്തമായ അവസ്ഥയിൽ പോയിട്ട് വിഷാദരോഗം, മാങ്ങാത്തൊലി, മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നതിനെക്കാട്ടൊക്കെ ഏറ്റവും ബെറ്റർ തീരുമാനമാണ് ഇപ്പോൾ ഫിറോസ്ക്ക് എടുത്തുണ്ടായിരുന്നത്. ഇപ്പോൾ രണ്ടുപേരും സന്തോഷത്തോടെ പിരിയുക എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ നല്ലൊരു ആശയം. ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് IFFKയുടെ ചെയർപേഴ്സണായിട്ട് നമ്മുടെ റസൂൽ പൂക്കുട്ടീനെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അന്ന് ഫിറോസ്ക പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ സ്റ്റേജിൽ വെച്ചിട്ട് റസൂൽ പൂക്കുട്ടിയെ മാറ്റി നിർത്തി മുപ്പരാൾ സംസാരിക്കണ ഒരു വീഡിയോ മുപ്പരാൾ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമുക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, നമുക്ക് സാധാരണ കാണുന്ന ഒരു വീഡിയോ സംഭവം. എന്തായാലും അതിനകത്ത് സംസാരിച്ചിട്ടുള്ള വിഷയം ഇത് തന്നെയായിരിക്കാനാണ് സാധ്യത. അപ്പോൾ റസൂൽ പൂക്കുട്ടി പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളുടെ കുടുംബകാര്യങ്ങളൊന്നും ഇവിടെ അല്ലാതെ ചർച്ച ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി വിട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യത്തിൽ മൂപ്പരാൾ പോയിട്ട് റസൂൽ പൂക്കുട്ടിയെ കുറ്റം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ഒന്ന് കാണാം. മാറും. ഇതുവരെ നിങ്ങൾ കണ്ടത് കഥ. ഇനി ടീച്ചർ भी बाकी है भाई. അപ്പോൾ ഇതാണ് ആ വീഡിയോ. അതായത് മാറ്റി നിർത്തിയിട്ട് സംസാരിച്ചു. അതിനുശേഷമാണ് പിന്നെ ഫിറോസ്ക ആ ഒരു ദേഷ്യം, അതായത് അവിടെ പറഞ്ഞിട്ടുണ്ടാവുക റസൂൽ പൂക്കുട്ടി നെഗറ്റീവ് ആവും പറഞ്ഞിട്ടുണ്ടാവുക, നിനക്ക് എന്താടാ അതിനെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിൽ ഫിറോസ്ക വളരെയധികം മോശമായിട്ടാണ് റസൂൽ പൂക്കുട്ടിയെ സംസാരിച്ചത്. പൊട്ടൻ എന്നൊക്കെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. വളരെ മോശമാണ്. അതെന്താ വളരെ മോശം എന്ന് പറയുന്നത്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ചെയർമാൻ എന്ന് പറയുന്ന ഒരു പൊട്ടനെ പിടിച്ചിട്ട് മനസ്സിലായി. അദ്ദേഹം ഇന്ന് വരെ ഇവിടെ വന്നില്ല. അതായത് ഇന്ന് വരെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ തുടക്കം മുതൽ ഇതൊരു വലിയ ഞാനൊക്കെ ഇതിപ്പോ 30ാമത്തെ ആണെങ്കിൽ ഞാൻ 25 പ്രാവശ്യം 25 വർഷം ഇവിടെ വന്നിട്ടുള്ള ആളാണ്,
നമ്മളത് അത്രയും വലിയ കാര്യമായിട്ട് കാണുന്ന ഒരു സംഭവമാണ്, റെപ്യൂട്ടഡ് ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഒരു ചെയർമാൻ എന്ന് പറഞ്ഞ ഒരു പൊട്ടന ഏതോ ഒരു ലക്കിനങ്ങാണ്ട് ഒരു ഓസ്കാർ കിട്ടിയെന്ന് പറഞ്ഞിട്ട് പൊട്ടക്കണ ലോട്ടറി അടിക്കുന്നത് അവനെ പിടിച്ച് ചെയർമാനായിട്ട് ഇരിക്കത്ത് ഇവിടെ എന്നാ വന്നത്? വെറുതെ വേറെ വർക്കുകളുള്ളവർ അതിന് വിടുക. ഒരുപാട് കഴിവുള്ളവർ ഇവിടെ ഇരിപ്പുണ്ട്, അവരെ പിടിച്ച് മെയിൻ സ്ഥാനങ്ങളിൽ ഇരുത്തുക. ഇത് അവിടെ നിന്ന് വീഡിയോ കോൾ ചെയ്ത് ഇവിടെ കാര്യങ്ങൾ ഡീൽ ചെയ്ത് അയാൾക്ക് വേറെ വർക്കുണ്ടായിരുന്നു. ആ പൊട്ടനെ കാണാനിപ്പോൾ ഞാൻ വന്നത് കണ്ടായിരുന്നു. ഞാൻ പോയി കണ്ട് സംസാരിച്ചു. ഇനി ഒന്നിച്ച് ഇപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഒത്തുതീർന്നിട്ട് ഒന്നിച്ച് പോകാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു നമ്മുടെ ഇൻ്റർവ്യൂവിൽ അവതാരകയുടെ. അതിനുള്ള മറുപടി കൊടുത്തത് ഫിറോസ് ഇങ്ങനെയാണ്. നമുക്കതൊന്ന് നോക്കാം. പിന്നെ സ്നേഹത്തിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ കാര്യം അതല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് അത്രത്തോളം പറക്കാൻ പറ്റില്ല. ഞാൻ എന്റെ ഒരു കുറവ് കൂടാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോ ഞാൻ വന്നിട്ട് ഇപ്പം വേറൊരാളുടെ കുറവല്ല പറയുന്നത്, ഞാൻ എന്റെ കുറവ് കൂടെ. എനിക്ക് അത്രത്തോളം അദ്ദേഹത്തിന് പറന്നു പോകാൻ അനുവദിക്കാനുള്ള സ്പേസ് അത് എനിക്ക് പറ്റില്ലായിരിക്കാം. അത്രത്തോളം സ്പേസ് കൊടുക്കാനുള്ള ഒരു ഇത് എന്റെ ഇല്ലായിരിക്കാം. മനസ്സിലായ? അതായത് പല രീതിയിലുള്ള കാര്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ടാവും. ആ പുറത്ത് വന്നതിന് ശേഷവും പിന്നെ ഫ്രീഡം കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നടപടിയാവുന്നൊരു കേസല്ല. ഓക്കെ, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ ആളുടെ ഭാര്യേനെ പരമാവധി ഫ്രീഡം കൊടുത്ത് വളർത്തി. അതായത് ഫ്രീഡം കൊടുക്കല്ല, അത് അവർക്ക് വേണ്ടുന്ന ഫ്രീഡം അവരെടുക്കുകയാണ്. പക്ഷേ ഇവർ തമ്മിലുള്ള ബന്ധത്തിന് വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് മൂന്നാമനൊരുത്തൻ അവിടെ കയറി വരികയാണ്. ആ മൂന്നാമനൊരുത്തനുമായിട്ടുള്ള പല കാര്യങ്ങളും ഇയാൾ അറിയാനിടയാവാണ്. ആ അറിയാനിടയായതിന് ശേഷവും ആ ആൾക്ക് ആ ഒരു ഫ്രീഡം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? തുറന്നു വിടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിൽ നിന്ന് തുറന്ന് ആ ബട്ടർഫ്ലൈനെ പറത്തി വിടുക എന്നുള്ളത് തന്നെയാണ്. ആ ഒരു തീരുമാനം തന്നെയാണ് ഫിറോസ് അവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഈ ഫിറോസ് കർമ്മ എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കർമ്മ എന്ന് പറയുമ്പോൾ ഫിറോസ് വേറൊരു കാര്യം കൂടിയും എനിക്ക് പറയാനുണ്ട്. ഫിറോസിൻ്റെ രണ്ടാമത്തെ ഭാര്യയായിരുന്നു സജന. ആദ്യ ഭാര്യ എന്ന് പറഞ്ഞാൽ തൃശ്ശൂരുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ആ ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചതിന് ശേഷം ആ പെൺകുട്ടിയിലൊരു കുട്ടിയും നമ്മുടെ ഫിറോസിനുണ്ട്. അതിനുശേഷമാണ് ഫിറോസ് ഈ സജനയിലോട്ട് എത്തുന്നത്. അപ്പോൾ ഈ സജനയിലോട്ട് എത്തുമ്പോഴും സജന വേറൊരു മുൻഭർത്താവിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സജനയുടെ 2 കുട്ടികൾ എന്ന് പറയുന്നത്, അതായത് ഫിറോസിൻ്റെയും സജനയുടെയും 2 കുട്ടികൾ എന്ന് പറയുന്നതിൽ ആദ്യ കുട്ടി സജനയുടെ ആദ്യ ഭർത്താവിൻ്റെതാണ്, ഫിറോസിൻ്റെ അല്ല. സോ ഫിറോസിന് രണ്ടാമത്തെ കുട്ടിയാണ് ഫിറോസിനുള്ളത്. തൃശ്ശൂരുള്ള ആ കുട്ടീനെ ഉപേക്ഷിച്ചിട്ടാണ് ഫിറോസ് ഈ സജനയുമായിട്ട് കല്യാണം കഴിക്കുന്നത്. ആ പെൺകുട്ടിയിലുണ്ടായിട്ടുണ്ടായിരുന്ന ഫിറോസിലുണ്ടായിട്ടുള്ള ഒരു കുട്ടീനെ ഫിറോസ് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നാണ് ഒരു കരക്കമ്പി. അപ്പോൾ അതും നമുക്ക് തള്ളിക്കളയാനാവില്ല, അതും ഒരു കർമ്മ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് എടുക്കേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ റസൂൽ പൂക്കുട്ടി ഇറങ്ങി വന്നിട്ടുള്ളത് എന്താണ്? നല്ലൊരു ഫാമിലി ആയിട്ട് പോകുന്നുണ്ടായിരുന്ന റസൂൽ പൂക്കുട്ടിയാണ്. അപ്പോൾ അതിൽ നിന്നാണ് വിട്ടിട്ട് ഇപ്പോൾ ഈ സജനയുമായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്നത്. മൊത്തത്തിൽ അവിഹിതങ്ങളാടേ. ഫിറോസ്, സജന, റസൂൽ പൂക്കുട്ടി. ഫിറോസിൻ്റെ ആദ്യ ഭാര്യ ഇത്, സജനയുടെ ആദ്യ ഭർത്താവ് ഇത്. അപ്പോൾ ഇവർ രണ്ടുപേരും ഉപേക്ഷിച്ചാണ് ഇവർ രണ്ടുപേരും ഒന്നായത്. ഇപ്പം എന്തുണ്ടായി? ഇപ്പം സജന ഇവർ തമ്മിൽ വേർപിരിയുന്നു. കാരണം റസൂൽ പൂക്കുട്ടി. അപ്പോൾ റസൂൽ പൂക്കുട്ടിക്ക് ഇവിടെ ഒരു ഫാമിലി ഉണ്ട്. ആ ഫാമിലിയെ കളഞ്ഞിട്ടാണ് റസൂൽ പൂക്കുട്ടിയും സജനയും ഇവിടെ ഒന്നാവുന്നത്. നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷന് ലിങ്കായിട്ട് കിടക്കുന്നൊരു എന്താ പറയുക മൊത്തത്തിലുള്ളൊരു അതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.